നമസ്കാരം. ബഹുമാനപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ 1199 ഇടവ മാസത്തെ ഫലങ്ങൾ, അതായത് 2024 മെയ് മാസം പകുതി മുതൽ ജൂൺ മാസം പകുതി വരെയുള്ള ഓരോ നക്ഷത്രത്തിലും ജനിച്ച ആളുകളുടെ അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് വിശാഖം, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, സാമാന്യമായ അനുഭവങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഗ്രഹചാരഫലത്തെ അടിസ്ഥാനപ്പെടുത്തിയും നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെ അടിസ്ഥാനപ്പെടുത്തിയും ഏത് ഗ്രഹങ്ങൾ ഏത് നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ താൽക്കാലിക ഫലങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഭൂരിഭാഗം ആളുകൾക്കും പൊതുവായ അനുഭവങ്ങൾ ഒരുപോലെ ഇരിക്കും. വ്യക്തിപരമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രം ഉണ്ടാകാം. അപ്പോൾ എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത 2 കൂറുകളിലായിട്ടാണ് അത് വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളതാണ്. വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം തുലാക്കൂറിലും അവസാനത്തെ 1/4 ഭാഗം വൃശ്ചികക്കൂറിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വിശാഖ നക്ഷത്രക്കാർക്കും തുലാക്കൂറിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറേയേറെ അനുഭവങ്ങൾ. വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക് വൃശ്ചികക്കൂറിൻ്റെ അനുഭവങ്ങൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. പക്ഷേ ആ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ, വിശാഖ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ 2 കൂറുകളിലും പെട്ടവർക്ക് ഒരുപോലെ തന്നെ അനുഭവപ്പെടുകയും ചെയ്യും. അപ്പം വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗത്തിൽപ്പെട്ടവർ, അതായത് തുലാക്കൂറിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ അനുകൂല സ്വാധീനം കിട്ടുന്ന ഒരു കാലമാണ്. പ്രണയത്തിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ പൊതുവെ നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കല, സംഗീതം തുടങ്ങിയ കാര്യങ്ങളിലും ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്കൊക്കെ നല്ല അവസരങ്ങൾ ലഭിക്കാം. പൊതുവെ ദാമ്പത്യത്തിൽ ഐക്യമുണ്ടായിരിക്കുന്ന കാലഘട്ടമാണ്. നേരത്തെ ഉണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ട് പൊതുവെ ശുഭകരമായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. പുതിയ വാഹനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീടൊന്ന് മാറ്റിപ്പണിയാനോ പുതുക്കിപ്പണിയാനോ അല്ലെങ്കിൽ മറ്റൊരു വീട് വാങ്ങിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ അത് പൂർത്തിയാക്കി പാലുകാച്ച് ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകളിലേക്ക് കടന്നേക്കാം. അല്ലെങ്കിൽ പൂർത്തിയാക്കാനെങ്കിലും സാധിക്കും. പൊതുവെ ഗുണാനുഭവങ്ങളായിരിക്കും. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല വാഹനങ്ങളൊക്കെ, ഇഷ്ടപ്പെട്ട വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. മാതാപിതാക്കളിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന കാലഘട്ടമാണ്. രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടും. ഒരു പരിധിവരെയെങ്കിലും രോഗചികിത്സയിൽ കൂടെ രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാനുള്ള സാധ്യതയുള്ള സമയവുമാണ്. എങ്കിൽ പോലും വിശാഖ നക്ഷത്രക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തണം. സംസാരത്തിലും പെരുമാറ്റത്തിലും പലപ്പോഴും നമ്മുടെ പെരുമാറ്റം തെറ്റിദ്ധരിച്ച് നമുക്കെതിരെ ആരോപണങ്ങളോ അപവാദങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിശ്രമം ആവശ്യം ആയി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ സംസാരം നമ്മൾ ഉദ്ദേശിച്ച അർത്ഥമായിരിക്കില്ല അവർ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരോട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മൾ സാധാരണഗതിയിൽ അടുപ്പമുള്ളവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ചെറിയ കോഡ് ഭാഷയൊക്കെ ഉപയോഗിച്ച് തമാശകളൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയൊന്നും ഈ സമയത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ നേരെ വാ നേരെ പോ എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ജോലിയിലും ബിസിനസ്സിലും ഒക്കെ പൊതുവെ ഗുണകരമായിരിക്കും വിശാഖം നക്ഷത്രക്കാർക്ക്. പിന്നെ കടം കൊടുക്കുമ്പോഴും ജാമ്യം നിൽക്കുമ്പോഴും ഒക്കെ നല്ല ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ജാമ്യം നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ജാഗ്രത പാലിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഈ നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനായിട്ട് വിശാഖ നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട് ധനസംബന്ധമായ കാര്യങ്ങളിൽ. എന്നാൽ സാമ്പത്തികമായിട്ട് സ്വയം നോക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ ഇല്ലാതെ ഈ മാസം കടന്നു പോകുന്നതാണ്. മൊത്തത്തിൽ തുലാക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഭൂരിഭാഗവും അനുകൂലമായ ഫലങ്ങളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇടപെടലുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക, ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പാലിക്കുക. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ അനുകൂലമായ കാര്യങ്ങളൊക്കെ വേണ്ടത്ര ഉപയോഗപ്പെടുത്തുക. ഔദ്യോഗികമായിട്ട് കുറച്ച് യാത്ര കൂടുതലായിട്ട് ചെയ്യേണ്ടി വരും. അധ്വാന ഭാരമൊക്കെ കൂടുതൽ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ട ഒരു സമയമായിരിക്കും. എങ്കിലും അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, മറ്റുള്ളവരുടെ ഈ കാര്യങ്ങളുണ്ടല്ലോ, മറ്റുള്ള സഹപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കാര്യത്തിൽ അനാവശ്യമായിട്ട് കയറി ഇടപെടുന്നതിലൂടെ നമുക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതി എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. ഊഹക്കച്ചവടങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഈ സാമ്പത്തിക ഇടപാടുകളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ബന്ധുക്കളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. എന്നാൽ ബന്ധുക്കളുടെ ഇടപെടലുകൾ, നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധുക്കൾ ഇടപെടാൻ ശ്രമിക്കും, അതിനെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്നതും നന്നായിരിക്കും. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ അല്പം അകൽച്ച വരാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സംസാരത്തിലൂടെയോ നമ്മുടെ പ്രവൃത്തിയിലൂടെയോ ഉള്ള എന്തെങ്കിലും അനിഷ്ടം കൊണ്ടാണ് ആളുകൾ അകന്നു പോകാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ പണം കടം കൊടുത്താൽ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനായിട്ട് അവർക്ക് യോഗം ഉണ്ടാകും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വൃശ്ചികം രാശിയുടെ നാഥനായ ചൊവ്വയുടെ പ്രത്യേക സ്ഥിതി കൊണ്ടാണ് ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട ആളുകൾക്ക് അല്പം അനുഭവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. അടുത്ത വിശാഖം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം വൃശ്ചികക്കൂറിലാണ് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വാതന്ത്ര്യബോധം ഞാൻ പ്രകടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു തൻ്റെ ഇടം, ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള ഒരു ഭാവം മറ്റുള്ളവർക്ക് തോന്നും. അങ്ങനെ ഭാവിച്ചൊന്നും ആയിരിക്കില്ല ചെയ്യുന്നതെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അല്പം തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ മറ്റുള്ളവർക്ക് നമ്മളോട് ഉണ്ടാകാം. ബന്ധുക്കൾക്കോ അടുപ്പമുള്ളവർക്കോ പരിചയക്കാർക്കൊക്കെ സഹപ്രവർത്തകർക്കൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പണം കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. അത് വൃശ്ചികക്കൂറിൻ്റെ ഒരു പ്രത്യേക ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ധനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുമൂലം വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടി വരും. അതിനുവേണ്ടി കുറച്ച് പണച്ചെലവുകൾ ഉണ്ടാകും. വീട്ടിലെ മംഗളകർമ്മങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. ചൊവ്വയുടെ നീചസ്ഥാനം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അക്ഷമ മൂലവും എടുത്തിയാട്ടം കൊണ്ടൊക്കെ കുറച്ച് പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. എപ്പോഴും സംയമനത്തോടെ പ്രവർത്തിക്കുന്നത് വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സഹായകരമായിരിക്കും. പിന്നെ ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനോ സ്കൂളിലൊക്കെ ഒന്നിച്ച് പഠിച്ച ആളുകളെയൊക്കെ കണ്ടുമുട്ടാനോ അവരുമായിട്ട് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ജോലി ലഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്വദേശത്തേക്കാളേറെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ്. ഈ വിദേശം എന്ന് പറയുമ്പോൾ മറ്റ് ഫോറിൻ കൺട്രീസ് നിന്ന് മാത്രം എടുക്കരുത്. നമ്മുടെ കേരളം വിട്ടോ അല്ലെങ്കിൽ സ്വന്തം ജില്ല വിട്ട് മറ്റൊരു ജില്ലയിലോ ഒക്കെ ജോലി തേടിയാൽ കുറച്ചുകൂടെ സാധ്യത ഉണ്ടായിരിക്കും. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥാനമാറ്റങ്ങൾ ഉണ്ടാകും, സ്ഥാനക്കയറ്റം ഉണ്ടാകും, മറ്റ് ആനുകൂല്യങ്ങളും ഉണ്ടാകും. എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് മറ്റ് സഹപ്രവർത്തകർക്ക് ചിലപ്പോൾ ഒരു അസൂയയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി തർക്കമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൂടെ സൂചിപ്പിച്ചേക്കാം. എന്നാൽ ശത്രുക്കളുടെ മേൽ വിജയം നേടാനും നമുക്ക് അനുകൂലമായ പ്രൊമോഷൻ നമുക്ക് നേടിയെടുക്കാനൊക്കെ സാധിക്കുന്ന സമയവുമാണ്. കലാകാരന്മാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം പൊതുവെ നോക്കുമ്പോൾ അനിഴം നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അല്പം മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നേട്ടങ്ങളൊക്കെ, ഭൗതികമായ നേട്ടങ്ങളൊക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് കൊണ്ട് മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാകാം, ചില സമയത്ത് നിരാശയുണ്ടാകാം. അതുപോലെ തന്നെ ദേവാലയങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, എപ്പോഴും എനിക്ക് ദുഃഖമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ ഈ സമയത്തുണ്ടാകാം. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക, പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക. പിന്നെ ശുക്രൻ്റെ പ്രത്യേക സ്ഥാനം കൊണ്ട് ശുക്രനും രാഹുവുമായിട്ട് ചേർന്നോ അല്ലെങ്കിൽ രാഹുവുമായിട്ടുള്ള ഏതെങ്കിലും ബന്ധം ജാതകത്തിൽ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അന്യ സ്ത്രീകളുമായിട്ട് അല്ലെങ്കിൽ അന്യ പുരുഷന്മാരുമായിട്ട് സ്ത്രീകൾക്കാണെങ്കിൽ ബന്ധം ഉണ്ടാകാൻ, സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹേതര ബന്ധങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ
ഉണ്ട്. അതുപോലെ തന്നെ വിവാഹം ചെയ്യാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ പ്രണയഭംഗം ഉണ്ടാകാം. ഇപ്പോഴുള്ള പ്രണയിക്കുന്നവർ തമ്മിൽ അകന്നിട്ട് മറ്റ് ചില ബന്ധങ്ങളിലേക്ക് ചെന്നപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ശുക്രനും ഏതെങ്കിലും പാപഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ജാതകത്തിൽ യോഗങ്ങളുണ്ടെങ്കിലാണ് ഈ സമയത്ത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. സ്ത്രീ മൂലം മനപ്രയാസം ഉണ്ടാകാനുള്ള ചില അവസരങ്ങൾ അനിഴ നക്ഷത്രക്കാർക്ക് ഉണ്ടായേക്കാം. എന്നാൽ വാഹനങ്ങൾ വാങ്ങിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ, ഇഷ്ടപ്പെട്ട വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങൾ, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടാൻ മടിക്കരുത്. ഉദര രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങൾക്ക് അസുഖ സാധ്യത ഉള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവർ, പുറത്തോട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഈ വായുവിൽ കൂടെ പകരുന്ന പകർച്ചവ്യാധികളൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് പരമാവധി കെയർ എടുക്കുക. മാസ്ക് ധരിക്കുകയോ അങ്ങനെയുള്ള കെയർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അവരുടെ അനിഴ നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലം നോക്കുമ്പം സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ്. കടം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കുന്നതാണ് ഈ സമയത്ത് നല്ലത്. അല്ലെങ്കിൽ ആ കടം വാങ്ങുന്നതിലൂടെ വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ക്ഷമയും സഹനശക്തിയൊക്കെ പ്രകടിപ്പിക്കേണ്ട അവസരങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തൊഴിൽ മണ്ഡലത്തിൽ നമ്മൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ തൊഴിൽ മേഖലയിൽ നല്ല നിലവാരം പുലർത്താനായിട്ട് അവർക്ക് സാധിക്കും. വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകൾ ചെയ്യാനായിട്ട് സാധിക്കും. പൊതുവെ നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ഭൗതികമായ നേട്ടങ്ങളിൽ പ്രശ്നമില്ല. മനസ്സിനാണ് വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചൊവ്വയുടെ പ്രത്യേക സ്ഥിതി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, മനസ്സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുൻകോപം നിയന്ത്രിക്കാനും തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. മുൻകോപമാണ് ഈ സമയത്ത് അവരുടെ പരാജയത്തിനൊരു പ്രധാന കാരണമായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ അബദ്ധങ്ങൾ പലപ്പോഴും പറഞ്ഞ് നമ്മൾ കെണിയിൽപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ സേവന പ്രവർത്തകർ ഒക്കെ സൂക്ഷിക്കുക. പബ്ലിക്കുമായിട്ട് ഇടപെടേണ്ടി വരുന്ന ആളുകളൊക്കെ അവരുടെ സംസാരത്തിൽ സൂക്ഷിക്കുക. അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഇപ്പോഴറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ ട്രോളായിട്ടത് വരാം. പ്രശസ്തരായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹർട്ടിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരം വളരെ യുക്തിസഹമായിട്ട് മാത്രം, ചിന്തിച്ച് മാത്രം സംസാരിക്കുക. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അല്ലാത്ത കാര്യങ്ങളിൽ ഒരു ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞു പോകുന്നതാണ് ബുദ്ധി. അറിയത്തില്ലാത്ത കാര്യത്തെപ്പറ്റി കൂടുതൽ പ്രസംഗിച്ചാൽ ഭാവിയിലത് ദോഷകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അലസത നേരിടാൻ സാധ്യതയുണ്ട്. അവർ അലസത വെടിഞ്ഞ് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വര വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അർശസ്, ഉദരരോഗങ്ങൾ തുടങ്ങിയവ അവർക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ബ്ലഡ് പ്രഷർ പോലുള്ള രോഗങ്ങളും വന്നേക്കാം. വീട്ടിലെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ചൊവ്വയും രാഹുവും ചേർന്നാണ് ഇപ്പോഴും നിൽക്കുന്നത് മീനൻ രാശിയിൽ. അപ്പോൾ അതിൻ്റേതായ, ചൊവ്വ എന്ന് പറയുന്നത് വൃശ്ചികക്കൂറിൻ്റെ നാഥനും കൂടെ ആണല്ലോ. അപ്പോൾ അതിന് പാപഗ്രഹ യോഗമുള്ളത് കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കൊക്കെ അനുഭവപ്പെടും. പിന്നെ കൂറിൻ്റെ പൊതുഫലം പറഞ്ഞ പോലെ തന്നെ ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും, സ്കൂൾ ഗ്രൂപ്പ്, കോളേജിൽ പഠിച്ച ആൾക്കാരുടെ ഗ്രൂപ്പൊക്കെ തുടങ്ങാനും അവരുമായിട്ടൊക്കെ കണ്ടുമുട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. വിദേശ യാത്രയ്ക്ക് യോഗമുണ്ട്. തൊഴിൽപരമായിട്ട് പൊതുവേ ഗുണകരമാണ്. എന്നാൽ തൊഴിലിൽ മനസ്സംഘർഷത്തിന് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധ്യതയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ നേരിടാം. മേലധികാരികളിൽ നിന്ന് തൃപ്തിയില്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ദൈവവിശ്വാസത്തിൽ ഉറച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഈശ്വരാധീനം നമ്മളെ പല ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ചിന്തിച്ച് മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. സ്ത്രീകൾ മൂലം മനപ്രയാസം ഉണ്ടാകാനുള്ള സാധ്യത തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഉണ്ട്. അനിഴം നക്ഷത്രക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ തൃക്കേട്ടക്കാർക്കും സ്ത്രീകൾ കാരണമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട് പേരുടെ നക്ഷത്രങ്ങളുടെ രീതികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അനിഴ നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളിൽ നിന്നും മനസ്സിന് മുറിവേൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം.
അപ്പോൾ ആ രീതിയിൽ അല്പം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്ന് സൂക്ഷിക്കുക, നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. അതാണ് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഇടവമാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് താൽക്കാലിക ഫലമാണ്. ജാതകമനുസരിച്ച് കുറച്ചൊക്കെ വ്യത്യാസം വരുമെങ്കിലും പൊതുഫലങ്ങൾ മിക്ക ആൾക്കാർക്കും ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. ഈ നക്ഷത്രങ്ങളിൽ വരുന്ന മിക്ക ആളുകളുടെയും പൊതുഫലങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക. ഒരു യുദ്ധത്തിന് പോകാതിരിക്കുക, സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മൾ ഭീരുവായിട്ടിരിക്കണം എന്നല്ല പറയുന്നത്, നമ്മൾ ഊർജ്ജസ്വലമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക, ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. സംഘർഷങ്ങൾ പരമാവധി ഒഴിവാക്കുക. വാക്കിലും പ്രവൃത്തിയിലും സംഘർഷങ്ങൾ പരമാവധി ഒഴിവാക്കി ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അതാണ് ഈ 3 നക്ഷത്രക്കാരുടെയും പൊതുഫലമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അപേക്ഷിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.